നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. 2025 മാർച്ച് 1, 2, 3, 4, 5 തീയതികളിൽ ഇവിടെ പറയുന്ന ചില നക്ഷത്ര ജാതകർക്ക്, അതായത് 9 നക്ഷത്ര ജാതകർക്ക് ഭാഗ്യദിനമാണ് തെളിയുന്നത്. ഇവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചയും ധനാഭിവൃദ്ധിയും പൂർണ്ണ വിജയങ്ങളും കൈവരിക്കുവാൻ കഴിയുന്നൊരു ഈശ്വരാനുഗ്രഹത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ഇവിടെ പറയുന്ന ഈ 9 നക്ഷത്ര ജാതകരും സഞ്ചരിക്കുന്നത്. പണത്തിന് യാതൊരുവിധമായ ബുദ്ധിമുട്ടുകളോ ഈ സമയങ്ങളിൽ അവർക്ക് നേരിടുകയില്ല. നല്ല രീതിയിലുള്ള സാമ്പത്തിക മുന്നേറ്റങ്ങളും ഉയർച്ചകളുമാണ് ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ കടന്നു വരുവാൻ പോകുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നതും മനസ്സിൽ വിചാരിക്കുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുത്ത് വളരെ സന്തോഷകരമായിട്ടൊരു മാസം നിങ്ങൾക്ക് തുടക്കമാക്കിയെടുക്കുവാൻ കഴിയുന്ന സമയമൊക്കെയാണ്. ജ്യോതിശാസ്ത്രപ്രകാരം ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം എല്ലാവിധമായ തടസ്സങ്ങളും മാറി ജീവിതത്തിൽ സർവൈശ്വര്യത്തോടു കൂടിയുള്ള ഈശ്വരാനുഗ്രഹത്തോടു കൂടിയുള്ള സമയമാണ് നിങ്ങൾക്ക് തെളിയുന്നത്. ആ ഭാഗ്യ നക്ഷത്ര ജാതകർ ആരൊക്കെയതിനെക്കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ വിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബൈശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്താനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റ് രേഖപ്പെടുത്തുക. തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മളൊരു പൂജ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റ് രേഖപ്പെടുത്തുക. ഏത് ദിവസമാണ് നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജുകളോട് അറിയിപ്പിക്കുന്നതാണ്. അന്നേ ദിവസം നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സമർപ്പിക്കുക. ഉറപ്പായും ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നതായിരിക്കും. ഈ പൂജ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് വലിയ കാര്യങ്ങളും നിങ്ങൾക്ക് നിഷ്പ്രയാസം നേടിയെടുക്കുവാൻ കഴിയുന്നതാണ്. ഏത് തന്നെയും മാർച്ച് 1, 2, 3, 4, 5 തീയതികളിൽ ഭാഗ്യം കൊണ്ട് നെറുകയിലേക്ക് എത്തിച്ചേരുന്ന ആ ഭാഗ്യ നക്ഷത്ര ജാതകരിൽ ഒന്നാമതായിട്ടുള്ള നക്ഷത്ര ജാതകർ അശ്വതി നക്ഷത്രക്കാരാണ്. അശ്വതി നക്ഷത്ര ജാതകരായി പിറന്നിട്ടുള്ളവർ നിങ്ങളുടെ കുടുംബത്തുണ്ടെന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിന് ഇനിയുള്ള സമയങ്ങളിൽ ഭാഗ്യത്തിൻ്റെ സമയമാണ്. ഇവർക്കങ്ങോട്ട് വളരെ ശുഭകരമായിട്ടുള്ള പ്രവൃത്തികളാണ് ഇനി ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നത്. ഐശ്വര്യം വർദ്ധിക്കുന്നതായിരിക്കും. ധനപരമായിട്ടുള്ള എല്ലാ ക്ലേശങ്ങളും മാറി എല്ലാ കാര്യങ്ങളും സുഗമമായി നടക്കുന്നൊരു സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നതായിരിക്കും. എല്ലാവിധമായ സർവ്വ സൗഭാഗ്യത്തോടു കൂടിയുള്ളൊരു ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് നിലവിൽ വന്നു ചേരുന്നതായിരിക്കും. മക്കൾക്ക് നല്ല തൊഴിലവസരങ്ങൾ ജീവിതത്തിൽ തേടി വരുന്നൊരു സമയമൊക്കെയാണ്. വിവാഹ തടസ്സങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ദുഃഖങ്ങളും നിറഞ്ഞൊരു കഴിഞ്ഞുപോയ സമയങ്ങളാണ് നിങ്ങളെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് മാറുന്ന സമയമാണ്. ഇനി അങ്ങോട്ട് ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ നിങ്ങൾ ജീവിതത്തിൽ നിങ്ങളുടെ സകലവിധമായ ദുഃഖങ്ങളും മാറി സർവ്വ സൗഭാഗ്യത്തോടു കൂടിയുള്ള ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് തെളിയിച്ചെടുക്കുവാനും കഴിയുന്നതായിരിക്കും. ഈ നക്ഷത്ര ജാതകർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയി പാൽപായസ നേർച്ച സമർപ്പിക്കുക. ഉറപ്പായും നിങ്ങളുടെ ദുരിതങ്ങളും നിങ്ങളുടെ സങ്കടങ്ങളും എല്ലാം മാറി നിങ്ങൾക്ക് സമ്പൂർണ്ണ വിജയത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് ഉണ്ടാവുന്നതായിരിക്കും. അടുത്തത് ഭരണി നക്ഷത്ര ജാതകരാണ്. ഭരണി നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിലെ പ്രതിസന്ധിയും പ്രയാസങ്ങളും വിട്ടൊഴിഞ്ഞ് സമ്പൂർണ്ണ വിജയത്തിലേക്ക് ഇവരുടെ ജീവിതം കടക്കുന്നൊരു സമയമാണ്. ദീർഘനാളത്തെ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് പൂർത്തീകരിച്ച് ഒരു സമ്പന്നതയിലേക്ക് ജീവിതം എത്തിച്ചേരുന്ന സമയമൊക്കെയാണ്. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ എന്ന മന്ത്രങ്ങൾ ഉരുവിടുക. ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചതും നിങ്ങൾ കൊതിച്ചതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുത്ത് നല്ല രീതിയിലുള്ള ജീവിത വിജയങ്ങൾ കെട്ടിപ്പടുത്തുയർത്തുവാൻ ഈ സമയം വളരെയേറെ ഗുണകരമായിട്ടുള്ള സമയമാണ്. സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രതിസന്ധിയും വിട്ടൊഴിയുന്നതായിരിക്കും. കുടുംബത്തിൽ ഐശ്വര്യവും ചൈതന്യവും വർദ്ധിക്കുന്ന നിമിഷങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത്. ഈ നക്ഷത്ര ജാതകർ തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക. മഹാദേവൻ്റെ ഐശ്വര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതോടുകൂടി തന്നെ എല്ലാവിധമായ ദുഃഖ ദുരിതങ്ങളും അകന്ന് ഈശ്വര പ്രീതികരമായിട്ടുള്ള സമ്പൂർണ്ണ വിജയങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നതായിരിക്കും. ഉറപ്പായും മക്കൾക്ക് നിങ്ങളുടെ എല്ലാവിധമായ ചൈതന്യങ്ങളും കിട്ടുന്നതായിരിക്കും. അടുത്തത് കാർത്തിക നക്ഷത്ര ജാതകരാണ്.
കാർത്തിക നക്ഷത്ര ജാതകർക്കും ധനപരമായിട്ടുള്ള ഉയർച്ചയും ഉന്നതികളും കാര്യവിജയങ്ങളും ഉണ്ടാകുന്ന സമയമാണ്. നിങ്ങൾക്ക് ദീർഘനാളത്തെ സ്വപ്നങ്ങൾ പൂർത്തീകരിച്ച് ഒരു സമ്പന്നതയുടെ നെറുകയിലേക്ക് നിങ്ങളുടെ ജീവിതം എത്തിച്ചേരുവാനും നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും. നിങ്ങൾക്ക് കൈ നിറയെ പണം വന്നു ചേർന്ന് ധനാഭിവൃദ്ധിയോടുകൂടിയുള്ള ജീവിത സാഹചര്യങ്ങൾ കെട്ടിപ്പടുത്തുയർത്തുവാൻ കഴിയുന്ന സമയമാണ്. ധനപരമായിട്ടുള്ള ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും മാറുന്നതായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പ്രതീക്ഷ വർദ്ധിച്ച് ധനസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറി ഉയർച്ചയിലേക്ക് നിങ്ങളുടെ ജീവിതം എത്തിച്ചേരുക തന്നെ ചെയ്യുന്നതായിരിക്കും. എന്തു തന്നെയാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഇപ്പം വീടായിക്കൊള്ളട്ടെ, വാഹനമായിക്കൊള്ളട്ടെ, നല്ല ബിസിനസ് സംരംഭങ്ങളായിക്കൊള്ളട്ടെ, ഇവയൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയുന്നൊരു സമയമാണ്. ഈശ്വരാനുഗ്രഹം ധാരാളം തെളിഞ്ഞു നിൽക്കുന്ന ഈ സമയം നിങ്ങളുടെ ദുഃഖ ദുരിതങ്ങളൊക്കെ പൂർണ്ണമായും അകന്ന് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ജീവിത വിജയങ്ങൾ കൈവരിക്കുവാനും ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് ഈ സമയം വളരെ ഗുണകരമായിട്ടുള്ള സമയമാണ്. അതുപോലെ തന്നെ ഈ നക്ഷത്ര ജാതകർ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഗണപതി ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക. അതിരാവിലെ കുളിച്ചു തൊഴുത് പ്രാർത്ഥിച്ച് ഗണപതിക്ക് നാളികേരം ഉടച്ച് കറുകമാല സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ സകല വിഘ്നങ്ങളും മാറി ജീവിതത്തിൽ ഉയർച്ചയും ഉന്നതികളും കാര്യവിജയങ്ങളും ഉറപ്പായും വന്നു ചേരുവാനും കാരണമായി തീരുന്ന സമയമൊക്കെയാണ്. ഉറപ്പായും സർവേശ്വരൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. അടുത്തത് മകയിരം നക്ഷത്ര ജാതകരാണ്. ജീവിതത്തിലെ പ്രയാസ കാലഘട്ടങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായും അകന്ന് മാറുന്ന സമയമാണ്. അതുപോലെ തന്നെ മക്കളെ കൊണ്ടുള്ള മാനസിക ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു പരിഹാരങ്ങളൊക്കെ ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് കൈവരിച്ച് എടുക്കുവാൻ കഴിയും. അതുപോലെ തന്നെ ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാവുന്നതായിരിക്കും. കടങ്ങളും അതുപോലെ തന്നെ ജീവിതത്തിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വിഷമതകളൊക്കെ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് മറ്റൊരാൾക്ക് തുറന്നു പറയാൻ കഴിയാത്ത രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങളൊക്കെ അകപ്പെട്ട് നിൽക്കുന്ന ചില കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങൾക്ക് അതിൽ നിന്നുള്ള പരിഹാരങ്ങൾ കിട്ടുന്നതായിരിക്കും. ഉറപ്പായും ഈശ്വരനെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന കുറയുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് ജീവിതത്തിലുണ്ടാവാം. നമ്മുടെ ജീവിതത്തിൽ ഈശ്വരനെ നമ്മൾ എത്രത്തോളം അടുക്കുന്നോ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളെല്ലാം മാറുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായും ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക. ഈശ്വരൻ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും. ഈ നക്ഷത്ര ജാതകർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും അകന്ന് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങൾ കെട്ടിപ്പടുത്തുയർത്തുവാൻ കഴിയുന്നതായിരിക്കും. അടുത്തത് തിരുവാതിര നക്ഷത്ര ജാതകരാണ്. മനസ്സിലെ വിഷമതകളും സങ്കടങ്ങളും പൂർണ്ണമായും അകന്ന് നല്ല രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു വരുന്നത്. അതായത് വളരെയധികം ഭാഗ്യാനുഭവങ്ങൾ വരുന്ന 5 ദിവസക്കാലം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിരിക്കും. ഈ സമയം അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം ജീവിതത്തിൽ കൈവരിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. വസ്തു മേടിക്കുവാനുള്ള കരാറുകളിൽ ഏർപ്പെടുന്നൊരു സമയമാണ്. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വിധേയപ്പെടുന്നൊരു സമയമാണ്. ദുഃഖങ്ങളും ദുരിതങ്ങളും ഇനി അങ്ങോട്ട് മാറുന്നതായിരിക്കും. സാമ്പത്തികപരമായിട്ടുള്ള പ്രതിസന്ധിയും പ്രശ്നങ്ങളും മാറുന്നതായിരിക്കും. ഉറപ്പായും നിങ്ങൾ ശിവമന്ത്രങ്ങൾ ഉരുവിടുക. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ എന്ന മന്ത്രം 108 തവണ ജപിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഉയർച്ചയ്ക്ക് കാരണമായി തീരുന്നതായിരിക്കും. നിങ്ങളുടെ പ്രയാസങ്ങളും ദുരിതങ്ങളും അകന്ന് സമ്പൂർണ്ണ വിജയത്തിലേക്ക് നിങ്ങളുടെ ജീവിതം എത്തിച്ചേരുവാനും ഇത് കാരണമായി തീരുന്നതായിരിക്കും. ഉറപ്പായും ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത്. ഈ നക്ഷത്ര ജാതകർ തിങ്കളാഴ്ച ദിവസങ്ങളിൽ മഹാദേവ ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക. മഹാദേവൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്നതോടുകൂടി തന്നെ എല്ലാവിധമായ ദുഃഖങ്ങളും ദുരിതങ്ങളും അകന്ന് വലിയ തോതിലുള്ള സാമ്പത്തിക അഭിവൃദ്ധിയിലേക്കും ഐശ്വര്യത്തിലേക്കും നിങ്ങൾക്ക് എത്തിച്ചേരുവാനും കഴിയുന്നതായിരിക്കും. അടുത്തത് പുണർദം നക്ഷത്ര ജാതകരാണ്. ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വലിയേറെ സമ്പന്നതയും സൗഭാഗ്യവും വന്നു ചേരുന്ന സമയമാണ്. വിദേശത്തൊക്കെ നിൽക്കുന്നവർ നിങ്ങളുടെ ഭാഗ്യം പരീക്ഷിക്കുവാൻ കഴിയുന്ന അനുയോജ്യമായിട്ടുള്ളൊരു സമയത്തിലൂടെയാണ് ഈ നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കിട്ടുന്നതോടുകൂടി തന്നെ ഭാഗ്യദേവതയുടെ അനുഗ്രഹം വന്നു ചേരുന്നതായിരിക്കും. ഇത് രണ്ടും കൂടി നിങ്ങൾക്ക് വലിയ തോതിലുള്ള സമ്പത്ത് നിങ്ങളിലേക്ക് വന്നു ചേരുവാൻ കാരണമാകുന്നതായിരിക്കും. ഉറപ്പായും നിങ്ങളുടെ എല്ലാവിധമായ ദുഃഖങ്ങളും മാറി ജീവിതത്തിൽ സമ്പൂർണ്ണ വിജയങ്ങൾ കൈവരിക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും. എല്ലാവിധമായ തടസ്സങ്ങളും നിന്നും നിങ്ങൾക്ക് മോചനങ്ങളുണ്ടാകുകയും സാമ്പത്തികപരമായിട്ടുള്ള ഉന്നതിയിലേക്ക് നിങ്ങളുടെ ജീവിതം എത്തിച്ചേരുകയും ചെയ്യുന്നൊരു കാലഘട്ടമൊക്കെയാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. ഈ നക്ഷത്ര ജാതകർ ഗണപതി ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക. ഗണപതിക്ക് നാളികേരമുടച്ച് കറുകമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എല്ലാവിധമായ തടസ്സങ്ങളും മാറി ജീവിതത്തിൽ വലിയ തോതിലുള്ള നേട്ടത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതായിരിക്കും. അടുത്തത് ചിത്തിര നക്ഷത്ര ജാതകരാണ്. ചിത്തിര നക്ഷത്ര ജാതകർക്കും സാമ്പത്തികപരമായിട്ടുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും അകന്ന് നല്ല രീതിയിലുള്ള ഉയർച്ച ഉണ്ടാകുന്നൊരു 5 ദിവസക്കാലമാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത്. വളരെയധികം ഈശാനുഗ്രഹമുള്ളൊരു സമയമാണിത്.
ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നതും നിങ്ങൾ കൊതിച്ചതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുത്ത് നല്ല രീതിയിലുള്ള ധനാഭിവൃദ്ധിയിലേക്ക് നിങ്ങളുടെ ജീവിതം കൊണ്ടെത്തിക്കുവാനും നിങ്ങൾക്ക് ഈ സമയം വളരെ ഗുണകരമായിട്ടുള്ള സമയമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ധനസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, കടബാധ്യതകൾ, ദുഃഖങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും നിങ്ങൾക്ക് മോചനങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്നതാണ്. ഉറപ്പായും നിങ്ങൾ ഈശ്വരനെ വിളിച്ചപേക്ഷിക്കുക. ഈശ്വരൻ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും. ഉറപ്പായും വിശ്വസിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയുള്ള 5 ദിവസക്കാലം വലിയ തോതിലുള്ള സാമ്പത്തിക ഉയർച്ചയുടെയും ഐശ്വര്യത്തിൻ്റെയും സമയമാണ്. ഇതിൻ്റെ പരിണാമ ഫലമായിട്ടുള്ള നിങ്ങളുടെ വേദനകളും സങ്കടങ്ങളെല്ലാം മാറി നിങ്ങൾക്കിനി അങ്ങോട്ട് ഉയർച്ചയുടെ സമയമാണ്. സാമ്പത്തിക അഭിവൃദ്ധികളും ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ ധാരാളം കിട്ടിത്തുടങ്ങുന്ന സമയമൊക്കെയാണ്. അടുത്തത് ചോതി നക്ഷത്ര ജാതകരാണ്. പ്രതീക്ഷിക്കാത്തുള്ള പണവരവിന് സാധ്യതകളുള്ള നക്ഷത്ര ജാതകരാണ് ചോതി നക്ഷത്ര ജാതകർ. നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരൻ്റെ ഐശ്വര്യങ്ങളും ചൈതന്യങ്ങളും വന്നു ചേരുന്ന സമയമാണ്. ഈ സമയം നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും മാറിക്കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ കേസുകളിലോ വഴക്കുകളോ ഒക്കെ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊരു മോചനങ്ങൾ ഈ സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായും മാറിക്കിട്ടുന്ന സമയമൊക്കെയാണ്. ഉറപ്പായും നിങ്ങൾ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ വിദേശത്തേക്കൊക്കെ പോകുവാൻ തടസ്സങ്ങളിലും ബുദ്ധിമുട്ടുകളിലും അകപ്പെട്ട് നിൽക്കുന്നവർക്ക് ഒരു മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു വാർത്ത നിങ്ങളെ തേടി വരുന്നൊരു സമയമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുക, ഈശ്വര കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. ഉറപ്പായും നിങ്ങൾ ഗണപതി ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ച് തൊഴുത് പ്രാർത്ഥിച്ച് ഗണപതിക്ക് നാളികേരം ഉടച്ച് പ്രാർത്ഥിക്കുക, കർഗമാല സമർപ്പിക്കുക. നിങ്ങളുടെ മനസ്സിലെ ഏത് ദുഃഖങ്ങളായിക്കൊള്ളട്ടെ ഭഗവാന്റെ മുമ്പിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഭഗവാൻ നിങ്ങളുടെ ദുഃഖങ്ങളെല്ലാം മാറ്റിത്തന്ന് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ജീവിത ഉയർച്ചകളും ഉന്നതികളും ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതായിരിക്കും. ഉറപ്പായും പൂർണ്ണ വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് ഭഗവാൻ കൊണ്ടുവരുന്നതായിരിക്കും. അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ്. ജീവിതത്തിലെ സകല ദുഃഖങ്ങളും മാറി നല്ല രീതിയിലുള്ള ഉയർച്ചയാണ് ഉണ്ടാകുന്നത്. ഇവർക്ക് ജീവിതത്തിൽ ഇനി അങ്ങോട്ട് പ്രതീക്ഷയുടെ ഒരു സമയമാണ്. നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറിക്കിടുന്ന സമയമാണ്. ഈശ്വരൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തും വന്നു ചേർന്ന് നല്ല രീതിയിലുള്ള സാമ്പത്തിക അഭിവൃദ്ധിയിലേക്കും സാമ്പത്തിക ഐശ്വര്യത്തിലേക്കും നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ കഴിയുന്ന സമയമാണ്. ഈ 5 ദിവസക്കാലം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങൾ കിട്ടിത്തുടങ്ങുന്ന സമയമാണ്. നിങ്ങളുടെ എല്ലാവിധമായ പ്രതിസന്ധികളെയും അതിജീവിച്ച് നിങ്ങൾക്ക് മുന്നേറുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന സമയമാണ്. ധനാഗമനങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഇരു കൈകളും കൂപ്പി ഭഗവാന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുക. ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും കൊണ്ടുവരുന്ന ഈ ഒരു കാലഘട്ടത്തെ നിങ്ങൾ വേണ്ട വിധം പ്രയോജനപ്പെടുത്തുക. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം അത്ഭുതങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും. ഇവിടെ പറഞ്ഞിട്ടുള്ള 13 നക്ഷത്രക്കാർക്ക് മാർച്ച് 1, 2, 3, 4, 5 തീയതികൾ വളരെയേറെ ഭാഗ്യം നിറഞ്ഞിട്ടുള്ള സമയമാണ്. കൈ നിറയെ പണം വന്നു ചേരുവാൻ ഭാഗ്യമുള്ള സമയമാണ്. ഈശ്വരാനുഗ്രഹത്തിൻ്റെ സമയമാണ്. വലിയ തോതിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് ഈ സമയം ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നതായിരിക്കും.